അവന്മാരെ ഏരി മൊത്തം ചീരിട്ടേക്കാണ്. ഇത് കണ്ടോ? ഇതെന്തോ ഒരു ചെടിയല്ലേ? ഇതെന്താ കണ്ടിട്ടുണ്ടോ? ചേച്ചിയുടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും എന്റെ പൊന്നോട് രക്ഷയില്ല കൂട്ടുകാരൻ. നമ്മുടെ ഫ്ലവേഴ്സ് TV ഇത്രയ്ക്കും അതമ്പതിച്ചു പോയോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അവർ ഇന്നലെ അപ്പ് ചെയ്ത സെയിം പ്രൊമോ തന്നെ ആട്ടോ ഇന്നും അവർ അപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറുതെ അല്ല എപ്പിസോഡ് ഇതുവരെ വരാത്തത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യം. എന്തായാലും നമ്മുടെ കഞ്ചാവ്, നമ്മുടെ ചീരകൃഷി തന്നെ ആട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം എല്ലാവരും പ്രൊമോ കണ്ടു കഴിഞ്ഞു. ഞാൻ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. നമ്മുടെ പാറമണ ഒറ്റത്ത് വന്ന് കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട് കൃഷി പറഞ്ഞ് കുറച്ച് ചീര കുറേ അടുപ്പിച്ച് നടുന്നുണ്ട്. പറമ്പ് മൊത്തം നട്ടുവെക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കേശുവിന് ഒരു പന്തികേട് തോന്നി. ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അത് ചീരയല്ല വേറെന്തോ സാധനമാണെന്ന് മനസ്സിലാകുന്നത്. അത് കേശു നമ്മുടെ ലച്ചുവിനോടും സിദ്ധുവിനോടും പറയുന്നുണ്ട്. അവരൊക്കെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് ഈ ചീരകൃഷിക്ക് പിന്നിൽ എന്തോ വേറൊരു ദുരുദ്ദേശം ഉണ്ടെന്ന്. നമ്മുടെ കനകാന്റെ ആണെങ്കിൽ അതെടുത്ത് കറി വെക്കുകയും ചെയ്യുന്നുണ്ട്, എല്ലാവരും കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പാറമട വീട് മൊത്തം അതൊക്കെ കഴിച്ച് കിറുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് കഞ്ചാവാണോ വേറെ വല്ലതുമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അവിടെ എന്തോ ഒരു പന്തികേടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ കേസും കോലാഹലവും ഒക്കെ വരും. നമ്മുടെ സിദ്ധുവോ കേശുവോ ആരെങ്കിലും ഒക്കെ ജയിലിലോട്ട് പോകും. ഇനി ഇവിടെ വെച്ച് കഥ നിർത്താനാണോ ഇവരുടെ പരിപാടി, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാളെ ഇതിൽ ഈ ഒരു കഥയോടുകൂടി പുറത്താക്കാനാണോ പരിപാടി? നമ്മുടെ മുടിയനെ നേരത്തെ ഔട്ടാക്കിയ പോലെ ഒന്നും പറയാൻ പറ്റില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ നീക്കം എന്താണെന്ന് നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.